വിളിച്ചിട്ടൊരു സമരം നടത്താം. പക്ഷേ രഹസ്യമായിട്ട് പതിയിരുന്നതിന് ശേഷം 5 10 ആൾക്കാർ ചാടി ഇറങ്ങി പന്തം എറിയുക എന്നെല്ലാം പറഞ്ഞാൽ അതൊരു ആക്രമണ സ്വഭാവമാണ്. അതിൽ രാജ്ഭവനിൽ പ്രവർത്തിക്കുന്ന ABVPക്കാർക്ക് അല്ലെങ്കിൽ ABVP ആയിട്ട് അടുപ്പമുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് വഴുതിക്കാട് ഏതാനും ചാനലുകാരുടെ ഉണ്ടായിരുന്നു. വഴുതിക്കാട് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം റോഡിൽ വന്ന അവസരത്തിൽ പതിയിരുന്ന് ഒരു 15ഓളം വരുന്ന ABVPക്കാർ വാഹനത്തെ ആക്രമിച്ചു. ദേശീയ പതാക വലിച്ചു കയറി. നമ്മുടെ കാറാടെ ദേശീയ പതാക വലിച്ചു കയറി. ഇതൊക്കെ രാജ്ഭവൻ അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയമുണ്ട്. അത് ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് വേണമെങ്കിൽ കരാവ് ചെയ്യുകയോ എന്ത് വേണോ ചെയ്യാം. പക്ഷേ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്ടലാക്കോട് കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഉന്നത കേന്ദ്രങ്ങൾ പറയാതെ അത്തരം പ്രവൃത്തികളിലേക്ക് ഈ ABVPക്കാർ പോകാനുള്ള സാഹചര്യം കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ശ്രീ അമിത് ഷായുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പരാമർശം തികച്ചും അപലനീയമാണ്. ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ ഉയർന്നതോ തരം താഴ്ന്നതുമല്ല. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട്. ഇംഗ്ലീഷ് ഒരു അന്താരാഷ്ട്ര ഭാഷ എന്ന നിലയിൽ അറിവിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രധാന ഉപാധിയാണ്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമാവുകയേ ഉള്ളൂ. എല്ലാ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കുവാനും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഭാഷകൾ തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പിക്കുവാനുള്ള കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഭാഷാ വൈവിധ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇന്നലെ നടന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിനൊരു സെക്രട്ടറി ഉണ്ട്, അതിനൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ഉടനെ വിളിച്ചു ചേർത്ത് സ്കൗട്ട്സിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയും ഇവിടെ ഇന്നലെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുകയും ചെയ്യും. എന്ന് മാത്രമല്ല, കുട്ടികളോട് ഭാരതാംബയെ നിങ്ങൾ പൂജിക്കണം, സ്മരിക്കണം, ഓർമ്മിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം പിൻവലിക്കേണ്ടതാണ്. അത് അദ്ദേഹം പിൻവലിക്കണം. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. അദ്ദേഹം അത് പിൻവലിക്കാൻ തന്നെ വേണം. അല്ല, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗവർണറുടെ അധികാരങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടോ തോന്നി. അതുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം ഭരണഘടനയുടെ ഭാഗമാണല്ലോ അതെല്ലാം വരുന്നത്. പ്രത്യേകിച്ച് ഈ ഗവർണർമാരിലെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുമ്പോൾ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ 1 മുതൽ കുട്ടികളാണല്ലോ പഠിക്കുന്നത്. കുട്ടികൾ തെറ്റായി പഠിച്ചു പോകാൻ വേണ്ടി പാടില്ലല്ലോ. ശരിയായി തന്നെ പഠിച്ചു പോകണമല്ലോ. കുട്ടികൾക്കൊരു സംശയം ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷയിൽ എഴുതിപ്പിക്കാം. ഇപ്പോൾ രണ്ടാം ഓളി ഇറങ്ങുമല്ലോ. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം. രാജ്ഭവന് പങ്കുണ്ട്. രാജ്ഭവനിൽ ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന RSSൻ്റെ പ്രവർത്തകരാണ്. ഗവർണറുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, താങ്കൾ ഡെലിബറേറ്റഡ് മനഃപൂർവ്വം ഒരു സ്പീച്ച് തയ്യാറാക്കി മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ എന്തായാലും ഉദ്ദേശത്തോടെ അവിടെ വന്ന് സംസാരിച്ചെന്നാണ്. പക്ഷെ അതൊക്കെ ഒരു വിലയുമില്ലാത്തതും ഒരു ബലമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് രാജ്ഭവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാനെല്ലാ ഗവർണറും പ്രസംഗിക്കാൻ പോകുന്ന